ഹായ് ഓൾ, മല്ലൂസ് ഫ്രം വെയിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്നലെ യൂട്യൂബ് ചാനൽ കണ്ടപ്പം അതിനകത്തൊരു നമ്മുടെ നവീൻ ചേട്ടൻ്റെ ബൂംബാങ് നവീൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു. രസം തോന്നി, നല്ല രസമായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ. ആ വീഡിയോ ചെയ്ത പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു ഗോവൻ ചിക്കൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് ആൾ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നത് കാണാനേ. ഞങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം. അന്നേരം മുതലേ ഇന്നലെ പക്ഷേ ഞങ്ങൾ ചെയ്യാൻ നോക്കി. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് കട അടയ്ക്കാറുള്ള സമയമായി. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോയി കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് വരാനുള്ള ടൈം ഇല്ലായിരുന്നു. ചിക്കൻ ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇന്ന് പോയി ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്ന് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ശ്രമിക്കുക. നമുക്കത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഗോവൻ ചിക്കന് വേണ്ടുന്ന ഐറ്റംസാണ്. നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ വേണമല്ലോ. ചിക്കൻ, കുറച്ച് പച്ചമുളക്, മല്ലിയില, പുതിന, ബട്ടർ, കുറച്ച് സവാള, പിന്നെ മല്ലി, മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് എടുത്ത് വെച്ചില്ല കേട്ടോ ഞാനത്. ഉപ്പ് എന്തേടി? ഉപ്പ് വേണ്ടേ? ഉപ്പ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ മല്ലിയും പുതിനയും ഒന്ന് നമുക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. ഇവിടെ കിടന്നൊന്ന് ഇതാവട്ടെ. ഒത്തിരി കുക്കാവരുത്, ഓവർ കുക്കാവരുത്. ജസ്റ്റ് ഒന്ന് ഇതായി അതിന്റെ നമുക്ക് എന്നിട്ട് ഒരു തണുത്ത ഒന്ന് വാടി കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മല്ലിയും പുതിനയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിൽ കണ്ട ഐസ് വെള്ളമാണ്. ഈ ഐസ് വെള്ളത്തിലേക്ക് നമുക്കിത് ഇടാം. ഐസ് വെള്ളത്തിൽ ഇടുന്ന ഇതിൻ്റെ കളറൊന്നും നമ്മളെ മിക്സ് അരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിത് ഐസ് വെള്ളത്തിൽ ഇടാം. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ആ ചേട്ടൻ പറഞ്ഞാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ആ ചേട്ടൻ പറഞ്ഞു. ഇതൊന്നും ഐസ് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കളറൊന്നും പോകത്തില്ല. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള സോസ് പോലെ നല്ല ആ കളർ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്ന് നോക്കാം. നമുക്ക് ഈ പച്ചമുളക് കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ടു, മല്ലി പുതിന ഇട്ടു. നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, മല്ലിപ്പൊടി, അതൊക്കെ ഒന്ന് കുറച്ച് ചേർക്കണം. പിന്നെ ഇച്ചിരി ഉപ്പ് ചേർക്കണം. കുറച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ മല്ലിപ്പൊടി കേട്ടോ. ഇത് മല്ലിപ്പൊടി ഒരു മുക്കാൽ ഒരു സ്പൂൺ ചേർത്തു. പിന്നെ മസാല അതൊരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ അത് ചേർത്തു. പിന്നെ അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് വേണ്ട ഉപ്പ് ചേർത്തു. നമുക്കത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാതെ. നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എനിക്കൊന്ന് അല്ലാതെ അരച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞ പോലെ നമ്മൾ സമ്മന്തി കരയ്ക്കുന്ന പോലെ കിട്ടത്തുള്ളൂ. ഇത് നല്ലപോലെ ഇതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒരു ശകല ഓയിലും ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ഒരു ശകല ഓയിൽ ഇച്ചിരി വെള്ളം ചേർത്തുന്നുണ്ട്. നമ്മൾ ഇതിനകത്തൊരു സാധനം കൂടെ ചേർക്കാൻ മറന്നുപോയി. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മറന്നുപോയി, വിട്ടുപോയി കേട്ടോ. നമുക്ക് അതുകൂടെ ഒന്ന് അരച്ച് അതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച് അതിനകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പട്ടിയായിരുന്നു. പിന്നെ അത് രാവിലെ മുതൽ വൈകോടെ സംസാരിക്കും. അല്ല, ഹിന്ദി. അടുത്തായിട്ട് 2 സവാള നമുക്ക് ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. എന്നിട്ട് അരച്ച് നമ്മുടെ ഈ മസാലയോടെ നമുക്ക് ചേർക്കാം. ചെറിയൊരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാൻ പോവാണ്.
ഒരു കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത കുറച്ച് ജീരകവും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ് ഇതിനകത്തോട്ട്. എന്നിട്ട് നമുക്ക് മിക്സി നല്ലതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാള അതുകൂടെ ഇതിനകത്തോട്ട് ചേർക്കുവാണ് കേട്ടോ. സവാള, ജീരകം, കുറച്ച് നമ്മൾ സോസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനകത്തൊന്ന് റെഡിയാക്കാൻ വേണ്ടി സോസ് റെഡിയാക്കാം. നമ്മുടെ സോസ് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇടാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ, ഒരു പകുതി ഇത്രയും ബട്ടറോടെ ചേർക്കും കേട്ടോ. വീഴുന്നില്ലേ? എൻ്റെ പൊന്നേ, ഇതെന്ത് കഷ്ടം ഇത്. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ കുറച്ച് ലൈം ജ്യൂസും ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കനാണത്. അപ്പോൾ അത് നമ്മളൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ½ ആൻ അവർ വെച്ചു. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഇതിനകത്തൂടെ നമ്മൾ ഗ്രീൻ സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ടും സെയിം പ്രോസസ്സ് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ സോസൊക്കെ തേച്ച് നമുക്ക് പിന്നെ ഒന്നുകൂടെ ഇതിനകത്ത് വെക്കാം. അപ്പോൾ സോസൊക്കെ പുരട്ടി നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തതിന് ശേഷം ഒരു സെയിം 180 ഡിഗ്രി 15 മിനിറ്റ്സിൽ ഒന്നുകൂടെ തിരിച്ചിട്ട് ചിക്കനെല്ലാം തിരിച്ചതിന് ശേഷം വെച്ചു നമ്മൾ. അത് കഴിഞ്ഞ് അതെടുത്ത് നോക്കി അതൊന്ന് സെറ്റായിട്ടുണ്ട് നല്ലതായിട്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ ചിക്കനെല്ലാം കൂടി എടുത്ത് വെച്ചതിന് ശേഷം ഈ സോസ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ സെയിം ഒരു 15 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് നേരം നമ്മൾ ഓവന് വെക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയും ഒന്ന് മസാലയും പിന്നെ നമ്മുടെ സോസും എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പാത്രം ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതൊരു 15 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം നമ്മളത് വീണ്ടും തിരിച്ചെടുത്ത് നോക്കിയപ്പം നല്ലതായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല, ഓവൻ ഇല്ല എങ്കിൽ പാനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് സെയിം പ്രോസസ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഒരു ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റൈസ്. അതും ചിക്കനും കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളൊരു അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗോവൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോവൻ ചിക്കന് നമ്മൾ കുറച്ച് റൈസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോവൻ ചിക്കൻ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി റൈസും ഇച്ചിരി ചിക്കനും കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല ആരും എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചിട്ട് പറ. കൊള്ളാം. നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന ഗ്രേവി അല്ലല്ലോ, ആ ഒരു മല്ലിയുടെ പുതിനയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മുന്നേ നിൽക്കുന്നുണ്ട്.
കൊള്ളാം. കൊള്ളാം, പക്ഷെ നല്ല എനിക്ക് taste തോന്നും ചോറിനെക്കാളും കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് ചിലപ്പോൾ ബ്രെഡോ നാനോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നും. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് ഇത് എന്തിന്റെ കൂടെ പോകുന്ന എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗോവൻ ചിക്കൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.